എല്ലാ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് 2025 ഉത്രാട നക്ഷത്രക്കാരുടെ ഗുണവും ദോഷവും അതിനുള്ള പരിഹാരവും. ഉത്രാട നക്ഷത്രക്കാർക്ക് ആദിത്യൻ നിൽക്കുന്നതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് സഞ്ചാരം വളരെ കൂടുതൽ കാണുന്നുണ്ട്. പലതരത്തിലും പല വിധത്തിലുള്ള സഞ്ചാരങ്ങളാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അത് ഓരോ നക്ഷത്രക്കാരുടെയും നോക്കിയതിന് ശേഷം മാത്രമേ ഏത് രീതിയിലാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പലതരത്തിലുള്ള സഞ്ചാരങ്ങളാണ് ഈ വർഷം ഉത്രാട നക്ഷത്രക്കാർക്ക് ഉള്ളത്. പിന്നീട് അവർക്ക് നേത്രരോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ണിനെന്തെങ്കിലും അസുഖം ഉണ്ടാകാനോ അല്ലെങ്കിൽ ക്ഷതം ഉണ്ടാവാനോ, അപകടങ്ങളിൽപ്പെട്ട് ക്ഷതമുണ്ടാകാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. ഈ വെൽഡിങ് ജോലി ചെയ്യുന്നവരും മറ്റുള്ള തരത്തിലുള്ള ജോലി ചെയ്യുന്നതും സൂക്ഷിക്കുക. കണ്ണിന് ക്ഷതമുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യുവാൻ. ശത്രുഭയമുണ്ട്. ശത്രുക്കളെ കൊണ്ട് ഭയം വളരെ ഉണ്ട്. അതുകൊണ്ട് ഇവർ ഞായറാഴ്ച ദിവസങ്ങളിൽ ആദിത്യ നമസ്കാരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. നവഗ്രഹം ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി ഞായറാഴ്ച ദിവസങ്ങളിൽ ആദിത്യനെ നമസ്കരിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും പ്രീതിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തടസ്സങ്ങളും അപകടങ്ങളൊക്കെ മാറുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നേത്രരോഗമൊക്കെ നേത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും പിന്നെ അതുപോലെ ക്ഷതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഇവർക്ക് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും അർച്ചന നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളും ദോഷങ്ങളുമൊക്കെ മാറുന്നതാണ്. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു വർഷമാണ് 2025. സരസ്വതി മന്ത്രം ജപിക്കുകയും സരസ്വതി ക്ഷേത്രമുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും വഴിപാട് നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്ക് തടസ്സമുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യുന്നതാണ്. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാനും ജോലിയിൽ മാറ്റം ഉണ്ടാകുവാനും ബിസിനസ്, കച്ചവടം, മറ്റുള്ള തരത്തിലുള്ള തൊഴിലുകൾ ഇതിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു വർഷം കൂടിയാണ്. ഇവർ ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുകയും തുളസിമാല ചാർത്തുവാൻ കൊടുക്കുകയും കദളിപ്പഴം നിവേദ്യത്തിനായി കൊടുക്കുകയും വെണ്ണ നേരുകയും ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. പിന്നീട് അവർക്ക് വാഹനങ്ങൾ വാങ്ങുവാനും വീട് വയ്ക്കുവാനും വിവാഹം നടക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും പറ്റിയ ഒരു വർഷമാണ് 2025. വിവാഹ തടസ്സങ്ങൾ വരുന്നവർക്ക് സ്വയംവര അർച്ചന ദേവീക്ഷേത്രത്തിൽ പോയി നടത്തിക്കഴിഞ്ഞാൽ തടസ്സങ്ങളൊക്കെ മാറുകയും 2025 തന്നെ ഇവർക്ക് വിവാഹം നടക്കുകയും ചെയ്യുന്നതാണ്. ലളിത സഹസ്രനാമാർച്ചന നടത്തിക്കഴിഞ്ഞാൽ ശത്രുക്കളിൽ നിന്നും മോചനം കിട്ടുകയും ശത്രുനാശം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ദേവീക്ഷേത്രങ്ങളിൽ പോയി ലളിത സഹസ്രനാമാർച്ചന നടത്തുകയും ലളിത സഹസ്രനാമം ചൊല്ലുകയും ചെയ്താൽ വളരെ നല്ലൊരു വർഷമാണ് 2025. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓരോ വർഷങ്ങളിലും ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അതനുസരിച്ച് നോക്കി ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് വരുന്ന എല്ലാ തടസ്സങ്ങളും മാറുകയും അപകടങ്ങളൊക്കെ മാറുകയും ചെയ്യുന്നതാണ്.